തിരുവനന്തപുരം നെടുമങ്ങാട് 19-കാരൻ ഷോക്കേറ്റ് മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഉമേഷിനെ ഫോണിൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നൊരു വിവരമാണിത്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് 19-കാരൻ ഷോക്കേറ്റ് മരിച്ചത്. പനയമുട്ടം സ്വദേശി അക്ഷയ്ക്കാണ് ജീവൻ നഷ്ടമായത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അർദ്ധരാത്രി 2 മണിയോടെയാണ് സംഭവം. ഈ മരമൊടിഞ്ഞ് വൈദ്യുതി പോസ്റ്റിന് മുകളിലൂടെ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടാതെ ഇതിൽ തട്ടിയാണ് ഈ 19-കാരന് അപകടമേറ്റത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് എന്ന കാര്യം ഉമേഷ് ബാലകൃഷ്ണൻ അല്പസമയത്തിനകം പങ്കുവയ്ക്കും. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റൊരു 8ാം ക്ലാസ്സുകാരൻ 13 വയസ്സുകാരൻ മരിച്ചതിൻ്റെ ഒരു നടുക്കം നമുക്ക് മാറിയിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി വീണ്ടും വരുന്നത്. നെടുമങ്ങാട് നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ മരം ഒടിഞ്ഞ് വൈദ്യുതി പോസ്റ്റിന് മുകളിലൂടെ വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് വിവരങ്ങൾ? ഉമേഷ്, അത് ദാരുണമായ സംഭവമാണ്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. അനന്തവും 2 സുഹൃത്തുക്കളും ഒരു ബൈക്കിൽ വീട്ടിലേക്ക്, അതായത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. റോഡിൽ മരം ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് മറിഞ്ഞു വീണിരുന്നു. ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കാതെ നേരെ അപകടത്തിൽ പെടുകയായിരുന്നു. പോസ്റ്റിനും ഈ മരത്തിലേക്കും ഇടിച്ചു വീഴുകയായിരുന്നു. അനന്തുവാണ് വാഹനം ഓടിച്ചിരുന്നത്. അനന്തുവിന് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ അതിദാരുണമായ സംഭവം. ഈ അപകടം വളരെ, അതായത് കുറച്ച് മുൻപ് തന്നെ ഈ മരം ഒടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. പക്ഷെ ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല. എന്തായാലും ബൈക്കിലുണ്ടായിരുന്ന മറ്റു 2 പേർ രക്ഷപ്പെട്ടു എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അനന്തു മാത്രമാണ് മരിച്ചത്. ബാക്കി അനന്തുവായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നതും. ഈ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് രാത്രിയോടുകൂടി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. റോഡിൽ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും ആ മരത്തിലിടിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി ചാലകങ്ങൾ വൈദ്യുതി കട്ടായിരുന്നില്ല. ആ പോസ്റ്റിൽ മരത്തിലുമായി ഇടിച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. വീണ്ടും ഒരു KCBD അടക്കം ഒരു അനാസ്ഥ ഇതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അനന്തുവിന്റെ ജീവൻ, 19 വയസ്സായ ചെറുപ്പക്കാരനാണ്. ജോലി ചെയ്ത്, അതായത് രാത്രിയോളം കാറ്ററിംഗ് ജോലി ചെയ്ത് അതിനുശേഷം മടങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും അപകടത്തിൽ 19 വയസ്സുകാരനായ അനന്തു മരിച്ചിരിക്കുന്നു എന്നുള്ളത് അതിദാരുണമായ സങ്കടമുണ്ടാക്കുന്ന വിഷയമാണ്. എന്തായാലും മറ്റ് 2 പേരും രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നെടുമങ്ങാട് പനയമൂട് എന്ന് പറയുന്നത് നഗരത്തിൽ നിന്ന് കുറച്ചു മാറിയുള്ള സ്ഥലമാണ്. ഇന്നലെ രാത്രി നല്ല മഴയും ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. പക്ഷേ ഏറെ പുലർച്ചെയാണിത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മരം എപ്പോഴാണത് വീണത്, അതുകൊണ്ട് തന്നെ അത് കൃത്യമായ സമയത്ത് KCBയെ അറിയിച്ചിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. കാരണം അവർക്കൊരു വിവരം ലഭിച്ചെങ്കിൽ മാത്രമാണല്ലോ അതിൽ വേണ്ട നടപടി എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2 പേരെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. അവർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നെന്തെങ്കിലും വിവരം ലഭ്യമാണോ? തീർച്ചയായും വിവരം പുറത്തു വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്പം മുൻപാണ് ഈ വിവരങ്ങൾ പുറത്ത് അറിയുന്നത്. നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നെടുമങ്ങാടേക്ക് എത്താൻ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തുടർ വാർത്തകളുമായി ബന്ധപ്പെടുകയാണ്. പക്ഷെ അത് ദാരുണമായ സംഭവമാണ്. നമ്മൾ ഈ ഒരു അപകടം, അതായത് രാത്രികാലങ്ങളിൽ ഈ നേരത്തെ തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റും റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരങ്ങളും അതിന്റെ ശിഖരങ്ങളും എല്ലാം വെട്ടിമാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് ദുരന്തനിവാരണ അതോറിറ്റിയടക്കം നിർദ്ദേശം നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പല ഭാഗങ്ങളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്നത്. ഈ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും അതിൽ തട്ടി യുവാവായ ചെറുപ്പക്കാരനായ 19 വയസ്സ് മാത്രമുള്ള അനന്തു എന്ന ചെറുപ്പക്കാരൻ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് വലിയ ദാരുണമായ അപകടവുമാണ്. കാരണം റോഡിലൂടെ എല്ലാവരും വാഹനം ഓടിച്ചു പോകുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ ചെറിയ മരച്ചില്ലകളടക്കം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കാറുണ്ട്. അത് പക്ഷേ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് വന്ന് വീഴുന്ന സാഹചര്യത്തിൽ സാധാരണ ഇലക്ട്രിസിറ്റി ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിക്
പോസ്റ്റുകൾക്ക് സമീപത്ത് നിൽക്കുന്ന മരങ്ങളോ ഇലക്ട്രിക് ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ ഉണ്ടെങ്കിൽ വെട്ടി ഒതുക്കുന്ന ഒരു ശീലമുണ്ട്. അതും ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ അത് ചെയ്യാൻ KSEBക്ക് അധികാരവുമുണ്ട്. നമ്മൾ അത്തരത്തിൽ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടോ, അത്തരത്തിൽ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, ഈ അപകടം നടന്ന് ഇത് KSEB അധികൃതർ അറിഞ്ഞിരുന്നു. പുലർച്ചെ 2 മണിക്കാണ് അപകടം നടന്നത്. അപകടം നടന്ന ശേഷവും പുലർച്ചെ 2 മണിക്ക് അപകടം നടക്കുന്നു. അപകടം നടന്ന ശേഷം അതിന് മുൻപ് എപ്പോഴാണ് ഈ മരം റോഡിലേക്ക് വീണത്, അത് മാറ്റാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും രീതിയിൽ KSEBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ പുറത്തു വരാൻ ഉണ്ട്. എന്തായാലും വളരെ വിഷമം ഉണ്ടാക്കുന്ന ദാരുണമായ സംഭവം, അതും തിരുവനന്തപുരം നെടുമങ്ങാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊല്ലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോഴും അതിന്റെ ഒരു വാർത്തയുടെ നടുക്കത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് വെറും 19 വയസ്സുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ, അതും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു അതിദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലെ ആർക്ക് വീഴ്ച സംഭവിച്ചിരുന്നത്, ആർക്കാണ് വീഴ്ച ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അത് പരിശോധിക്കുക എന്നതിനപ്പുറം ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ചെറുപ്പക്കാരനാണ്, ഭാവിയുടെ വാഗ്ദാനമാണ്. അവർ രാത്രി വൈകിയും കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത ശേഷം മടങ്ങി വീട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് തന്നെയാണ് കാരണം, ആ ഒരു പ്രായത്തില് ജീവിതം കൂടുതലും ആസ്വദിക്കുന്ന ആ സമയത്ത് ആ രീതിയിലൊക്കെ പുറത്ത് സമയം ചെലവഴിക്കുന്ന കുട്ടികൾ ഉള്ളപ്പോഴാണ് ഈ കുട്ടി അധ്വാനിക്കാൻ പോയത്. ഈ അക്ഷയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരമുണ്ടോ? കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കുടുംബം? സ്വാഭാവികമായി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ രാത്രി വൈകിയും ഈ കാറ്ററിംഗ് ജോലിക്ക് പോയി മറ്റുള്ളവർ ഞായറാഴ്ചകളിൽ ആഘോഷിക്കുമ്പോൾ കാറ്ററിംഗ് ജോലിക്ക് പോയി 19-ാം വയസ്സിൽ കുടുംബം നോക്കാനുള്ള ബുദ്ധിമുട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തണമെങ്കിൽ അതിൽ തന്നെ എത്രത്തോളം കുടുംബ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 19 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് ഈ ഒരു അപകടത്തിൽ. ഒരു കുടുംബത്തിന്റെ ഒരു പക്ഷേ വലിയ പ്രതീക്ഷയായിരുന്നിട്ടുണ്ടാകണം. കുടുംബവും നാടിന്റെയും സമൂഹത്തിന്റെയും എല്ലാം പ്രതീക്ഷകളാണല്ലോ നമുക്ക് ചെറുപ്പക്കാരെല്ലാം ഓരോരുത്തരും. പക്ഷേ നിദാരുണമായ ഒരു അപകടം, അതും സ്വന്തം തെറ്റല്ലാത്ത സ്വന്തം ഭാഗത്ത് ഒരു വീഴ്ച പോലും ഉണ്ടാകാത്ത ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഈ വൈദ്യുതി അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ജാഗ്രതയോടുകൂടി ഓരോ സാഹചര്യങ്ങളും നമ്മൾ കടന്നതാണ്. സ്കൂളുകളിലെ വൈദ്യുതി ലൈനുകളിലെ സാഹചര്യങ്ങൾ, ഈ സമീപ പ്രദേശങ്ങളിൽ അപകടാവസ്ഥയിലുള്ള വൈദ്യുതി ലൈനുകളും തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ ജാഗ്രതയോടുകൂടി ഇത്തരം വാർത്തകൾ നമ്മൾ സമീപിച്ചതാണ്. അപ്പോഴും ഏതെങ്കിലും രീതിയിൽ ജാഗ്രത കുറവ് KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യസമയത്ത് ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ ഏതെങ്കിലും ലാഘവത്തോടെ സമീപിച്ചിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇനി വരും മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതുണ്ട്. ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് തന്നെയാണോ ഈ ഒരു അപകടത്തിന് കാരണമായിരുന്നത്? എല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട്. രാത്രി 2 മണിയോടുകൂടിയാണ്, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരികെ വരുന്നതിനിടയിലാണ് ഈ 19-കാരൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മഴക്കാലം വരുന്നതിന് മുന്നോടിയായി തന്നെ ഈ അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റണമെന്നുള്ള നിർദ്ദേശമൊക്കെ വന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും.